രണ്ടാൾ ആൾക്കാരാണ് കല്യാണം കഴിക്കാനെന്ന് തീരുമാനിച്ചത് നമ്മൾ ആദ്യമായി പറയുമ്പോൾ നമ്മുടെ വളരെ ക്ലോസ് സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്ത്? ഗോപിയുടെ എങ്ങനെ റെസ്പോണ്ട് ചെയ്ത് എനിക്കറിയില്ല. ഞാൻ സത്യം പറഞ്ഞാൽ അതിന്റെ ഒരു എലമെന്റ് ചോദിച്ചിട്ടില്ല. എന്റെ ഏറ്റവും കൂടുതൽ റെസ്പോൺസ് ജീപ്പിച്ചോട്ട് എന്തിനാ കല്യാണം കഴിക്കുന്നത്? എനിക്കറിഞ്ഞൂടാ. കുറെ പേര്, നീതു, എന്റെ ക്യാമറാമാൻ ജോസ്, ജീപ്പിച്ചേട്ടൻ കല്യാണം എന്തിനാ നിങ്ങൾക്ക് എന്താ അതിന്റെ ആവശ്യം എന്നൊക്കെ. ഞാൻ ചോദിച്ചു എന്തോടാ, എനിക്ക് മനസ്സിലായില്ലേ. നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുന്ന ഒരു മനുഷ്യല്ലേ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമില്ലല്ലോ. നിങ്ങൾ ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നത്, നിങ്ങൾക്ക് എന്തിനാ കല്യാണത്തിന്റെ ഒരു ആവശ്യം? അങ്ങനെ അതിന് വേറെ അർത്ഥം വരും. അതല്ല അവർ ഉദ്ദേശിച്ചത്. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനൊരു സംഭവം കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ ഈ തന്റെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ ഒരാളും ഞാൻ ഒരു അറേഞ്ച്ഡ് മാരേജ് ഒന്നും എന്റെ ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് ഫ്രണ്ട്സും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇപ്പൊ മീയൊക്കെയാണ് എന്റെ കൂടെ ഏറ്റവും കൂടുതൽ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ ഞാൻ കാണൽ പോലെ നിർത്തിയിട്ടുണ്ട് ഈ വെറുപ്പിക്കൽ കാരണം. ഫോൺ എടുക്കലൊക്കെ നിർത്തി. എന്നിട്ട് അവളെ മമ്മിയുടെ ഫോണിൽ നിന്നൊക്കെ വിളിച്ചിട്ട് ഞാൻ ഹലോ എന്ന് പറയുമ്പോൾ എന്റെ ഫോൺ എടുക്കില്ലല്ലോ, ആ ലൈനാണ്. കാരണം അമ്മയൊക്കെ ചിലപ്പോൾ വിളിച്ചു പറയും ഒന്ന് പറ. കാരണം അമ്മ എന്റെ അടുത്ത് അധികം പറയില്ലെങ്കിലും പൊതുവെ ഒരു കാര്യത്തിൽ എന്നെ നിർബന്ധിക്കാറില്ല. അപ്പൊ ഉണ്ടായിരുന്നു വീട്ടില് കുറച്ചൊരു ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കല്യാണം കഴിക്കാമെന്ന് ഞാൻ ഓക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും ഫോട്ടോസ് കാണിച്ചിട്ട് ഓക്കെ പറയുന്നില്ലല്ലോ. അപ്പൊ അതൊരു അമ്മയ്ക്ക് ഒരു കൺസേൺ ആയിരുന്നു. അപ്പം നീ എപ്പോഴും അങ്ങനെ കുറച്ച് ആൾക്കാര് ആൺപിള്ളേരാണ് എന്റെ അടുത്ത് കല്യാണം കഴിക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നത്. പെൺപിള്ളേരൊക്കെ എന്റെ അടുത്ത് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിരുന്നത്. അത് ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോ എന്റെ അടുത്ത് മിയ, പേളി, കുറെ ആൾക്കാര്, എന്റെ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് ഒക്കെ അത് പറയുമായിരുന്നു. ആൺപിള്ളേര് ഇതിന്റെ ആവശ്യം ഇങ്ങനെ നടന്ന പോരേ, നീ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, ആ ലൈനൊക്കെ ആയിരുന്നു ആൺപിള്ളേരുന്നു.